ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഓഫീസിൽ നിന്നൊരു ടീം ഔട്ടിങ് പോവുകയാണ് മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ ദിവേകർ ബീച്ചിലേക്ക്. ഒരു വൺ ഡേ ട്രിപ്പാണ്. ഞങ്ങൾ ഒരു 6 പേരുണ്ട്. 5 മണിക്ക് ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഈ 6 പേരാണ് ഏറ്റവും ലോങ് നിന്ന് വരുന്നത്. അപ്പം ഞങ്ങളുടെ ബസ്സിൻ്റെ പോയിൻ്റ് പറയുന്നത് ദാപ്പോഡി സ്റ്റേഷനിലാണ്. ദാപ്പോഡി മെട്രോ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളിവിടെ 6 മണിയാകുമ്പോൾ ഞങ്ങൾ ഈ ലൊക്കേഷനിലെത്തി. 6 മണിക്ക് ബസ് വരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിന് മുൻപ് തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, മെട്രോ ഇന്ന് വളരെ സ്ലോയിലാണ് പോകുന്നത്. സ്റ്റേഷൻ വിട്ട് പോകുന്നത് കൊണ്ടായിരിക്കും മെട്രോ ഇതായി ഇങ്ങനെ സ്ലോയിൽ പോകുന്നത്. എന്തായാലും ഞങ്ങളുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറ് ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ബസ്സിൽ കയറി ഒന്ന് കണ്ണടിച്ച് എണീക്കുമ്പോഴത്തേക്കും നേരം വെളുത്തു. അതിനിടയിൽ പാട്ടും അന്താക്ഷരിയും എല്ലാം ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതേ അറിഞ്ഞില്ല. എന്തായാലും നല്ലൊരു വൈബാണ് ബസ്സിലുള്ളത്. എല്ലാവരും പാട്ടെല്ലാം പാടി എൻജോയ് ചെയ്ത് അന്താക്ഷരി കളിച്ച് ഒരു 2-3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡാൻസ് കളിക്കാൻ എണീക്കാൻ മടിയായിരുന്നു. എന്നാൽ 1-2 പേര് എണീച്ച് കണ്ടപ്പോൾ ഞാനും അങ്ങോട്ട് ചാടി എണീച്ചു. ഞങ്ങളെല്ലാവരും ഡാൻസ് തുടങ്ങിയപ്പോൾ ഓരോ പാട്ടുകൾ കഴിയും തോറും ആളുകളുടെ എണ്ണം കൂടി വന്ന് അവസാനം ബസ്സിൽ നോക്കിയപ്പോൾ നിൽക്കാനിടയില്ല. ഇരിക്കുന്ന ആളുകൾ അവരുടെ സീറ്റിൽ നിന്നും എണീറ്റ് നിന്ന് അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു വൈബായിരുന്നു ബസ്സിൽ. യാത്രയ്ക്കിടയ്ക്ക് വെച്ച് എല്ലാവർക്കും വിശന്നപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ച് വീണ്ടും അങ്ങനെ യാത്ര തുടർന്ന് ഒരു 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ പോയിന്റിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. 12:30 ഞങ്ങൾ ദിവേകർ ബീച്ചിലെത്തി. ബീച്ചിനടുത്തുള്ള ഗണേഷ് മന്ദിറിൽ പോയി എല്ലാവരും പ്രാർത്ഥിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിലിപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം, ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ ഇപ്പോൾ കളിക്കാൻ പോകുന്നില്ല. ഭക്ഷണം എല്ലാം കഴിച്ചു. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ബീച്ചിൽ വാട്ടർ റൈഡ്സിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാപ്പും സൺഗ്ലാസും എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ ബീച്ചിനകത്തേക്ക് പോയി. കുറേ പേർക്ക് ബീച്ചിൽ കളിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം ആയിട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജെൻസ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് റീലെടുക്കണം. കുറേ റീലെല്ലാം കളക്ട് ചെയ്തിട്ട് അവസാനം ഓരോരോ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റീലെടുക്കാമെന്ന് കരുതി സെറ്റ് ചെയ്ത് വന്നതാണ്. സംഭവം നല്ല വെയിലാണ്, ഭയങ്കര കണ്ണ് പൊള്ളുന്ന വെയിലാണ്. എന്തായാലും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യത്തിലധികം സൺസ്ക്രീനെല്ലാം തേച്ച് മുഖത്തും കയ്യിലും എല്ലാം വാരി തേച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബീച്ചിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് 2 ദിവസത്തേക്ക് മൊത്തം ടാനിങ് ആയിരിക്കും. ആകെ മൊത്തം കറുത്ത് ഇരുണ്ട് കിടക്കും. എന്തായാലും ബീച്ചിലെ വൈബ് അടിപൊളിയാണ്. ബീച്ചിൽ എന്താ അറിയില്ല, കറുത്ത സാൻഡാണുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരു കറുത്തൊരു കളറാണുള്ളത്. എന്തായാലും കുഴപ്പമില്ല. ബീച്ചിലെല്ലാം ഓടി നടന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം 1:45. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ സ്ഥലം പോലെ തോന്നുന്നുണ്ടാവും. കേരളത്തിൽ കാണുന്ന അതേ ഒരു ഇടവഴിയും അവിടെ നമ്മുടെ നാട്ടിലുള്ള ചെടികളും പൂവുകളും എല്ലാം കാണുമ്പോഴുള്ളൊരു നാടിൻ്റെ ഒരു വൈബാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭക്ഷണമെല്ലാം കഴിച്ച് ബീച്ചിൽ അങ്ങനെ ഒരു ബെഡ്ഷീറ്റും വിരിച്ച് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കിയപ്പോൾ ആകെ പെട്ടുപോയി. അമ്മാതിരി കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാൻഡെല്ലാം വന്ന് കണ്ണിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മരുഭൂമിയുടെ ഫീലിംഗ് ആണ് ഇപ്പോൾ നട്ടുവെച്ച സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പൂഴിയെല്ലാം ഒരേ വശത്തേക്ക് ഒരേപോലെ പറന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോ എടുത്തത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷേ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എല്ലാം സാൻഡും ഒരേ ദിശയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ ആ ബെഡ്ഷീറ്റെല്ലാം മടക്കി വെച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് തന്നെ തിരിച്ചു. എന്തായാലും വെയിലും വെളിച്ചവും ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സമയമാണിപ്പം. ഏകദേശം 3 മണി 3:30 സമയമായിട്ടുണ്ട്. ഇപ്പം ഈ ബീച്ചിൽ വന്നപ്പോൾ എന്നെ അട്രാക്ട് ചെയ്തത് ഈ സ്റ്റാർ ഫിഷ് തന്നെയാണ്. എന്താണെന്നറിയില്ല, ബീച്ചിൽ അവിടെ എവിടെയായിട്ട് കുറേ സ്റ്റാർ ഫിഷിനെ കണ്ടു. അതിലൊരെണ്ണം എനിക്ക് ജീവനുള്ളതിനെ കണ്ടു കിട്ടി. എന്തായാലും ഇതിന് ഞാനൊരു സൂം ചെയ്ത് നല്ല അടിപൊളി വീഡിയോ എടുക്കാമെന്ന് വെച്ചു. എന്തായാലും സ്റ്റാർ ഫിഷിനെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കണ്ടു.
എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നല്ലൊരു കിഡു റീലെടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അതിനിടയ്ക്കാണ് അപ്പുറത്ത് നിന്നിരിക്കുന്ന ജെൻസ് ഞങ്ങളുടെ വീഡിയോ കൊളാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്.